ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണേ. അതിന് മധുരക്കറി എന്നൊരു പേരും കൂടി ഉണ്ട്. ഞാനിതാ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളാണ് കേട്ടോ. അതിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കണേ. ഒരുപാട് വേവുള്ളതാണ് കേട്ടോ പൈനാപ്പിൾ, അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ചെറുതാക്കിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമുക്ക് ശർക്കരയും ഉപയോഗിക്കാം. ശർക്കര ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ഇടുന്നത്. ഇനി നമുക്കിത് നന്നായി വേവിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. ഞാൻ തേങ്ങയും കടുകും ജീരകവുമാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ കുക്കറൊക്കെ വിസിലൊക്കെ വന്നു. പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തിളയ്ക്കണേ. നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തൈരുമായിട്ട് നന്നായി മിക്സാക്കി നന്നായി തിളച്ച് വരണേ. എന്നിട്ട് നമുക്കത് അവിടെ വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം. ബൈ.